ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യാം, ഒരു മനുഷ്യനെ മിസ്യൂസ് ചെയ്തതിന് ശേഷം എങ്ങനെ തകർത്ത് കളയാം, അവൻ്റെ ഫാമിലി, അവൻ്റെ കരിയർ, അവൻ്റെ ബന്ധങ്ങൾ, അവൻ ജീവിക്കേണ്ട മുന്നോട്ടുള്ള അവൻ്റെ ജീവിതത്തിന് എല്ലാം നശിപ്പിക്കാൻ ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയ ആ സ്ത്രീക്കായിരിക്കാം ചിലപ്പോൾ ജയിൻ്റ് ഇടുക. പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞത് കണക്ക് എത്ര നുണ പറഞ്ഞാലും എത്ര സമ്മതപ്രകാരം സെക്സിൽ ഏർപ്പെട്ടാലും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥയാണെങ്കിൽ അവർക്ക് ഒരുപാടൊന്നും അന്വേഷിച്ച് പോകേണ്ടി വരികയല്ല. അവർക്ക് ആ സ്ത്രീയോടൊന്ന് സംസാരിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കള്ളത്തരത്തിൽ നിന്ന്, ഒരു ചതിയിൽ നിന്ന് നമ്മുടെ അജയൻ രക്ഷപ്പെട്ട കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ അജയൻ പറഞ്ഞ കഥയിൽ ഒരു കഥ ഞാൻ പറയാണ്. അജയന് ആദ്യത്തെ ഓട്ടം ഒരു ഫ്ലാറ്റിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോകാൻ വേണ്ടി ഒരു ലേഡിയുടെ ഓട്ടോ കിട്ടുകയാണ്. കാക്കനാടാണ് ഫ്ലാറ്റ്. അപ്പോൾ കിലോമീറ്ററിൻ്റെ റേറ്റൊക്കെ പറഞ്ഞു അവർ കാറിൽ വന്ന് കയറി. ഒരു സ്ത്രീ തനിച്ചാണ്, 30-31 വയസ്സേ ഉള്ളൂ. സുജാത എന്നാണ് പേര്. അവരുടെ വീട് ട്രിവാൻഡ്രമാണ്. അമ്മയ്ക്ക് സുഖമില്ല, അമ്മേനെ കാണാൻ പോകാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വേറെ അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ട്രിവാൻഡ്രത്ത് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രിയായി. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞു. അങ്ങനെ രാത്രി അവിടെ ട്രിവാൻഡ്രത്ത് ഒരു ഉൾപ്രദേശമാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത്, ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുന്നുള്ളൂ, അജയൻ പൊയ്ക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെ തിരിച്ചു പോകും? ഉൾപ്രദേശമാണ്, ബസ്സില്ല. രാത്രി 10:30 മണി കഴിഞ്ഞു. അദ്ദേഹത്തിന് രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അദ്ദേഹം തളർന്ന് വളരെ അവശനായി. എങ്ങനെ തിരിച്ചു പോകുന്നൊരു ചിന്ത അദ്ദേഹത്തിന് വരികയാണ്. കാരണം കാർ അവരുടെയാണ്. ഇനി അവർ വരുമ്പോഴാണ് അവർ തിരിച്ച് കാറിൽ വരുന്നത്. അങ്ങനെ അദ്ദേഹം 18 കിലോമീറ്റർ നടന്നു വേണം. എന്നാൽ ഈ സ്ത്രീക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം. ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ബസ് കിട്ടുന്ന സ്ഥലത്താക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഓട്ടോ കിട്ടുന്ന ഇടത്താക്കി കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. അദ്ദേഹം അത് ചോദിക്കാനും പോയില്ല. അങ്ങനെ അദ്ദേഹത്തിന് അവിടം വരെയുള്ള ഓട്ടത്തിൻ്റെ കാശൊക്കെ കൊടുത്ത് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. നടന്ന് 8-9 കിലോമീറ്റർ ചെന്നപ്പോഴത്തേക്ക് ഒരു ടാങ്കർ ലോറി കിട്ടുകയാണ്. അതിൽ കൈ കാണിച്ച് അദ്ദേഹം അവിടെ അതിന് കയറി ടൗണിലേക്ക് വന്നു. അവിടുന്ന് ബസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ഇറങ്ങി. ആ ടാങ്കർ ലോറി തമിഴ്നാട്ടിലേക്ക് പോകുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഇറങ്ങേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെ അദ്ദേഹം ഇറങ്ങി. രാവിലെ ആയപ്പോഴാണ് അദ്ദേഹത്തിന് ബസ് കിട്ടുന്നത്. അദ്ദേഹം ബസ് കയറി എറണാകുളത്തേക്ക് വരികയാണ്. അതപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം വരെയുള്ള ബസ് ഫെയർ അദ്ദേഹത്തിൻ്റെ പോയി. ഫുഡിൻ്റെ പൈസ പോയി. അതൊന്നുമല്ല അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചത്. 2 ദിവസത്തിന് ശേഷം അവർ വിളിച്ചിട്ട് പറയുകയാണ്, അജയൻ ഇവിടം വരെയും വരണം, എനിക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് കാക്കനാട് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം, അതുകൊണ്ട് അജയൻ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ഓട്ടം കളയണ്ടല്ലോ എന്നുള്ള ഇത് വെച്ചിട്ട് അദ്ദേഹം ബസ് കയറി അവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവരെ കൊണ്ട് തിരിച്ച് കാക്കനാടേക്ക് വന്നു. വരുന്നതിൻ്റെ ഇടയിലൊക്കെ ഇവർ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ആ ലേഡി ഒറ്റയ്ക്കാണ്, അവർ ഡിവോഴ്സിയാണ്, അവർക്ക് 2 കുട്ടികളുണ്ട്, ബോർഡിങ്ങിൽ നിൽക്കുകയാണ് എന്നൊക്കെ മനസ്സിലായതിൻ്റെ ആ ഒരു ഇതിൽ വരുകയും ഈ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ തിരിച്ചെത്തുമ്പോഴത്തേക്കും സന്ധ്യയായി. 100 കടകളിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഫ്ലാറ്റിലേക്ക് വരുന്നത്. ഫ്ലാറ്റിലേക്ക് വന്നു. അവർ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തു. അദ്ദേഹം ഗുഡ് നൈറ്റും പറഞ്ഞ് പോരുകയും ചെയ്തു. രാത്രി ആയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് വീണ്ടും ഒരു കോൾ വന്നു. ഇദ്ദേഹം റൂമിൽ എത്തിയിരുന്നു. അപ്പോൾ പറഞ്ഞു നാളെ രാവിലെ ഇവിടം വരണം. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. നാളെ ഓട്ടോ ഉണ്ടല്ലോ. കാരണം ഇദ്ദേഹം പറഞ്ഞ റേറ്റ്, ഇദ്ദേഹം കണക്ക് കൂട്ടി പറഞ്ഞ പൈസ ഒരു മടിയില്ലാതെ ഇവർ കൊടുത്തു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരു ഓട്ടം കിട്ടുന്ന സന്തോഷം. അപ്പോൾ എങ്ങോട്ടാണ് മേഡം ഓട്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ മേഡം എന്ന് വിളിക്കേണ്ട, എന്നെ പേര് വിളിച്ചാൽ മതി, എൻ്റെ പേര് സുജാത എന്നാണ് എന്ന് പറഞ്ഞു. അവിടെ ഒരു ബന്ധം തുടങ്ങുമായിരുന്നു. പിറ്റേന്ന് അദ്ദേഹം ഓട്ടത്തിന് പോയി. അങ്ങനെ മിക്ക ദിവസങ്ങളിൽ ഇവരുടെ ഓട്ടോ ഉണ്ട്. ഇവർ കൃത്യമായി കാശ് കൊടുക്കും.
അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ഇവർ ഇദ്ദേഹത്തിന് ഫോൺ ചെയ്ത് ഇവരുടെ കഥ പറയുകയാണ്. അതിനുശേഷം പറയാണ്, ഞാൻ ചെറുപ്പമാണ്, എനിക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അജയനെ കണ്ടപ്പോൾ എന്തോ എനിക്ക് ഒരു ഇഷ്ടം തോന്നി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരുടെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഇഷ്ടങ്ങൾ കാമം എന്നുള്ളൊരു കാര്യമാണ് എന്ന് അജയന് മനസ്സിലാവിഞ്ഞിട്ടാണോ മനസ്സിലായിട്ടും ഒരു ആണിൻ്റെ ആ ഒരു സ്വഭാവം എടുത്താണോ എന്ന് അറിയില്ല, അജയൻ അവർക്ക് വശംവദനാവുകയാണ്. അവരുടെ ഇഷ്ടങ്ങൾക്ക് അദ്ദേഹം നിൽക്കുകയാണ്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ഇവർക്ക് മാത്രമായിട്ടൊരു സമയം കിട്ടുകയാണ്. ഇവർ ഒന്നാവുകയാണ്. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു ഭാര്യയുടെ അവകാശത്തോടെ ഇവരെ ഓഫീസിൽ കൊണ്ടാക്കാനും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവർ ഇവിടുന്ന് ഫുഡ് കൊടുക്കും, ചായ കൊടുക്കും. രാത്രി അവരുടെ ആവശ്യങ്ങളും കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ താമസിക്കാനുള്ള പെർമിഷനൊന്നുമില്ല. അങ്ങനെ ഒരു ബന്ധം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് മറ്റുള്ള ഓട്ടം വന്നു കഴിഞ്ഞാൽ ദൂരേക്ക് പോകാൻ ഇവർ സമ്മതിക്കില്ല. ഇവർക്ക് രാത്രി ഇദ്ദേഹത്തെ കൊണ്ട് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ബന്ധം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് കുറ്റബോധം തോന്നുകയാണ്. കാരണം ഇവർ മിക്ക ദിവസങ്ങളിൽ ഇവരുടെ ഓട്ടം ട്രിവാൻഡ്രം, എറണാകുളം, അപ്പോൾ അവിടെ നിൽക്കാറില്ല. അവിടെ അമ്മയുടെ അടുത്ത് ചെന്നാൽ, ട്രിവാൻഡ്രത്ത് വീട്ടിൽ ചെന്നാൽ അന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം രാത്രി തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയായി തന്നെ മിസ്യൂസ് ചെയ്യുകയാണെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വന്നില്ല. അങ്ങനെ ഒരു 3 മാസം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം ഈ ശ്രീ ഇദ്ദേഹത്തെ പതിവ് പോലെ രാത്രി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ അവരുടെ ഒരു ഫ്രണ്ട്, കൂടെ ജോലി ചെയ്യുന്ന ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഒരു ആൺ സുഹൃത്തും ഉണ്ട്. അങ്ങനെ അവരവിടെ വെച്ച് അവർ 4 പേരും കൂടി സെക്സിൽ ഏർപ്പെടുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി, തന്നെ ഇവർ മിസ്യൂസ് ചെയ്യുവാണോ, അപ്പോൾ കൂടെയുള്ള പുരുഷൻ വീഡിയോ എടുത്തോ എന്നൊരു സംശയം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരുവാണ്. അത് ചോദിച്ചു അവർ തമ്മിൽ വഴക്കായി. അവിടുന്ന് ആ പാതിരാത്രി അദ്ദേഹം ഇറങ്ങി പോയപ്പോൾ ഇവർ ഉപദ്രവിക്കുകയും, പറ്റില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഉപദ്രവം, പിന്നെ കരച്ചിലായി, പിന്നെ ഭീഷണിയായി. അങ്ങനെ അദ്ദേഹം രാവിലെ അവിടുന്ന് പോരുവാണ്. പിന്നെ ഇവർ വിളിച്ചാൽ ഇദ്ദേഹം ഫോൺ എടുക്കാതെയായി. അപ്പോഴത്തേക്ക് ഇദ്ദേഹം താമസിക്കുന്ന റൂമിലേക്ക് ഇവർ അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഇനി ഞാൻ ഇതിന് നിൽക്കില്ല, മാഡം ആരെയാന്ന് വെച്ചാൽ ഓട്ടം വിളിച്ചോളൂ, കഴിഞ്ഞു പോയതൊക്കെ ഞാൻ മറക്കാൻ റെഡിയാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭീഷണിയായിട്ടോ വരില്ല എന്നൊക്കെ പറഞ്ഞു ഇവരോട് സംസാരിച്ച് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഇവർ പറയുകയാണ്, ഞാൻ കേസ് കൊടുക്കും, ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നെ മിസ്യൂസ് ചെയ്തതാണെന്ന് ഞാൻ പുറം ലോകത്തെ അറിയിക്കും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യും, നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും, ഇതൊക്കെ പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഫാമിലിനെ അദ്ദേഹം ഓർത്തിട്ട്, തൻ്റെ ഭാര്യേനെ ഓർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയുകയാണ്. അവരവിടുന്ന് തിരിച്ചു പോരുന്ന വഴിക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തത് ഡ്രൈവർ ഇവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇവരുടെ വീട്ടിൽ നിന്ന് ഇവരുടെ പണവും സ്വർണമൊക്കെ മോഷ്ടിച്ചു എന്നുള്ളൊരു കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ പോലീസ് വിളിപ്പിക്കുകയും അറസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സെന്ന് തന്നെ പറയണം, അബദ്ധം പറ്റിപ്പോയി ക്ഷമ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ അദ്ദേഹം ആ SIയോട്, നമ്മുടെ കാക്കനാട് പോലീസ് സ്റ്റേഷനിലെ SIയോട് അദ്ദേഹം ഉള്ള സത്യങ്ങൾ തുറന്ന് പറയുകയാണ്. എന്നെ ഇതേപോലെയൊക്കെയാണ് ഇവർ ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്നെ അവർ മിസ്യൂസ് ചെയ്യുമായിരുന്നു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ വീണ്ടും തുടർന്ന് ഇവർക്കിത് നടത്താൻ വേണ്ടി എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്തെന്ന് പറയുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വനിതാ പോലീസിന് സംശയം തോന്നി. അവർ ആ സാറിനോട് SIയോട് പറയുകയാണ്, സാറ് സത്യമാണെന്ന് തോന്നുന്നു, ആ സ്ത്രീയുടെ പരാതി പറയാൻ വന്നപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ എനിക്കും തോന്നുന്നു അങ്ങനെ അല്ല, ഇത് ഇദ്ദേഹം പറഞ്ഞതായിരിക്കാം ശരി എന്ന് പറയുകയും അവർ ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയും ഒപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് വീണ്ടും ഇവരെ വിളിച്ച് വരുത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ ഇവർ കുറ്റം സമ്മതിച്ചവർ പറഞ്ഞു, ഞാൻ കള്ളക്കേസ് കൊടുത്തതാണ് എന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാല് പിടിക്കാൻ തുടങ്ങി, നിങ്ങൾ കേസുമായിട്ട് പോകരുത്. പിന്നെ അദ്ദേഹം ഒത്തുതീർപ്പ്, കാരണം തൻ്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു നാട് വിട്ട് ഇവിടെ വന്ന് ഒരു ഡ്രൈവറിൻ്റെ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് ഇത്രയും വലിയ കാശുള്ള ആൾക്കാരായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് ആദ്യത്തെ അനുഭവമല്ല, തുടർന്നും അദ്ദേഹത്തിന് ഇതേപോലെ ഒരുപാട് ചീറ്റിങ് സ്ത്രീകളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നാളെ പറയാം.